ശ്രീ വി മുരളീധരൻ, എനിക്ക് ഓർമ്മയുണ്ട് താങ്കൾ വിദേശകാര്യ സഹമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഖാസിം സുലൈമാനിയുടെ കൊലപാതകം നടക്കുന്നത്. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് പശ്ചിമേഷ്യയിൽ ഇതുപോലെ ആശങ്ക ഉണ്ടായിരുന്ന സമയമാണ്. അന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. ആ ചർച്ചകൾക്കൊക്കെ താങ്കൾ കൂടി പങ്കുവഹിച്ചതാണ് ആ ചർച്ചകളിൽ. അതുകൊണ്ട് ചോദിക്കുക, നമുക്കറിയാം ഗൾഫ് മേഖലയിൽ ഈ സംഘർഷം നിൽക്കുന്ന ഈ ഭൂമികയിൽ പോലും ഏകദേശം 1 കോടിക്കടുത്ത് ഇന്ത്യക്കാരുണ്ട്. ഗൾഫിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് പ്രവാസികളായുള്ളത്. അത് കഴിഞ്ഞ് അതിൽ തന്നെ മലയാളികളായിരിക്കും. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ അനുസരിച്ച് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചനകളിലേക്കെങ്കിലും കടക്കേണ്ടതുണ്ടോ? നമുക്കറിയാം ഇന്നലെ UAE ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം അത് എങ്ങനെയാണ്, ഒരു വേർതിരിവുമില്ല, സ്വദേശി വിദേശി എന്ന വേർതിരിവില്ലാതെ എല്ലാം ഞങ്ങളുടെ പൗരന്മാരെന്ന പരിഗണന അല്ലെങ്കിൽ ആ മുൻകരുതലാണ് UAE നൽകുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇന്ത്യ പ്രവാസികൾക്കായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നത് ഈ ഒഴിപ്പിക്കൽ എന്ന് പറയുന്നത് അതിന് പ്രായോഗികമായിട്ടുള്ള നിരവധി ഘടകങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഒരു ഏതാനും 1000 ആളുകളെയൊക്കെ ഒഴിപ്പിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കൊരു തീരുമാനം എടുത്തിട്ട് ആൾക്കാരെ ഒഴിപ്പിക്കാം. ഇറാനിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ഇതേ ഒരു സംഘർഷത്തിൻ്റെ ഒരു ഘട്ടം ഉണ്ടായിരുന്നപ്പോൾ അന്ന് ഇറാനിൽ നിന്ന് ഏതാണ്ട് 3000-ഓളം പേരെ നമ്മൾ ഒഴിപ്പിച്ചിരുന്നു. ഇറാനിൽ ഏതാണ്ട് 40,000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളും പിന്നെ കുറച്ച് ആൾക്കാരുമുണ്ട്. ഇസ്രായേലും കുറേ ആളുകളുണ്ട്. പക്ഷേ ഗൾഫ് മേഖലയിൽ അങ്ങനെയല്ല. ഗൾഫ് മേഖലയിൽ ഏതാണ്ട് 90 ലക്ഷം മുതൽ 1 കോടി വരെ ആളുകൾ, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ഈ ആളുകളെ ഒഴിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രായോഗിക തലം ഒന്ന്, പ്രായോഗിക തലത്തിനപ്പുറത്തുള്ള വേറെ തലമുണ്ട്. അതായത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അവിടെ വെറും തൊഴിലാളികളായിട്ട് മാത്രം ജോലി ചെയ്യുന്ന ആളുകളല്ല, ഇന്ത്യക്കാരുടെ സ്ഥാപനങ്ങളുണ്ട്. അവിടുത്തെ പൗരന്മാരായിട്ടുള്ള ആളുകളുമായിട്ട് ചേർന്നുകൊണ്ട് പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യക്കാരായിട്ട് അവിടെയുള്ള ആളുകൾ തന്നെ പലരും ഇതുപോലെയുള്ള ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അവരെയൊക്കെ അവിടെ തന്നെ വിട്ടിട്ട് ഞങ്ങളുടെ ജീവനും സുരക്ഷിതത്വവും കൊണ്ട് രക്ഷപ്പെടാൻ പോവുകയാണ് എന്നുള്ള സമീപനം സ്വീകരിക്കാൻ താല്പര്യപ്പെടാത്ത ധാരാളം ആൾക്കാരുണ്ട്. കാരണം ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇന്ത്യക്കാരോട്, പ്രത്യേകിച്ച് മലയാളികളോട് കാണിക്കുന്ന പ്രത്യേക സ്നേഹം, ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം ഗൾഫ് രാജ്യങ്ങൾ എണ്ണയില്ലാതിരുന്ന ഘട്ടത്തിൽ നിന്ന് ഇന്ന് എണ്ണയുടെ ഫലമായിട്ടുള്ള അവരുടെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ ഘട്ടത്തിൽ അവരോടൊപ്പം നിന്ന് ആ രാജ്യങ്ങളിൽ ഇന്ന് കാണുന്ന ഭൗതിക പുരോഗതി സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളാണ് ഇന്ത്യക്കാർ പൊതുവെയും മലയാളികൾ വിശേഷിച്ചു. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹം, ആ സമൂഹത്തിൻ്റെ വിശ്വാസ്യതയുടെ ഒരു പ്രശ്നം വരും. നമ്മൾ ഇങ്ങനെയൊരു ഘട്ടം വരുമ്പോൾ മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ അവരവരുടെ സുരക്ഷിതത്വം നോക്കിപ്പോയി എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അത് അവിടെ ജീവിക്കുന്ന മലയാളികളും ഇന്ത്യക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ അവരങ്ങനെ ഒരു സമീപനത്തിൽ, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലൂടെ അവിടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം ഈ അവിടുത്തെ സംഘർഷത്തിന് അയവ് വരുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എല്ലാ തലങ്ങളിലും ഉണ്ടാവുകയും അതേസമയത്ത് അവരോടൊപ്പം, അതായത് ഗൾഫ് രാജ്യങ്ങളിലെ ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ എന്നുള്ള സമീപനം സ്വീകരിക്കുന്ന ധാരാളം ഇന്ത്യക്കാർ, അങ്ങനെയുള്ള ആളുകൾ അവിടെ ഇപ്പോഴും ഉണ്ട്. ഫലത്തിൽ പൗരത്വം ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ പൗരത്വം സ്വീകരിച്ചില്ലെങ്കിലും അവിടുത്തെ സമൂഹത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ള 10,000-കണക്കിന് ഇന്ത്യക്കാർ, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ, അങ്ങനെയുള്ള ആളുകളുണ്ട്. ആ ആളുകൾ ഒരു സംഘർഷം വരുമ്പോൾ ഉടനെ അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള താല്പര്യം പോലും പ്രകടിപ്പിക്കാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഒരു ഒഴിപ്പിക്കൽ എന്ന് പറയുന്നത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ, ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന, ഇന്ത്യക്കാർ താമസിക്കുന്ന പ്രദേശമാണ് ഗൾഫ്. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ഒഴിപ്പിക്കൽ പോലെ ഭൗതികമായിട്ടുള്ള ഒഴിപ്പിക്കലിൻ്റെ പ്രായോഗിക വശങ്ങൾ, 2 അവിടുത്തെ ജനതയുമായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ഒരു സമൂഹമായി മാറിയ സ്ഥിതിയിൽ അവരെ ഉപേക്ഷിച്ചു കൊണ്ടുവരാൻ ഈ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ പോലും താല്പര്യപ്പെടുമോ എന്നുള്ള സംശയം ഉൾപ്പെടെ എനിക്കുണ്ട്. തീർച്ചയായും.